ഫ്രണ്ട്സ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ലോങ് ടൈമിലേക്ക് ആളുകൾ നിങ്ങളെ വാല്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും പഠിക്കുന്ന ഒരാളാണെങ്കിലും ശരി, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യും. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് സംസാരിക്കുന്നത് മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഇതിൽ ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ലിസണിങ്, കോൺസെൻട്രേഷൻ, ഫോക്കസ്, പാഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ജോലി വേണം, അതിനായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവർ ശ്രദ്ധിക്കും. ഇത് മാത്രമല്ല, ഒരു നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതെ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ദ ആർട്ട് ഓഫ് ആക്റ്റീവ് ലിസണിങ്. നിങ്ങളുടെ വാല്യൂ, റെസ്പെക്റ്റ് ഇതിനെയൊക്കെ ഇൻസ്റ്റൻ്റ്ലി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നന്നായിട്ട് കേട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ അടുത്തതായിട്ട് എന്ത് സംസാരിക്കണം എന്നുള്ളതായിരിക്കും നമ്മളുടെ മനസ്സിൽ നമ്മൾ റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സംസാരം കേൾക്കുക എന്നതിലുപരി അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാനും സാധിക്കില്ല. സോ ഇതിലൂടെ നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് അവർക്ക് മുമ്പിൽ കുറയും. സോ ഒരു ഹൈ വാല്യൂ പേഴ്സൺ എപ്പോഴും നന്നായി ചിന്തിച്ച് ഡീപ്പായി സംസാരിക്കും. അതിനായിട്ട് അവർ മറ്റുള്ളവരുടെ സംസാരം നന്നായിട്ട് ലിസൺ ചെയ്യും. സോ ഇതിലൂടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇവർ വളരെ പേഷ്യൻസ് ഉള്ള ഒരാളാണ്, തങ്ങളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സിനെ ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നും. സോ ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ മൊബൈൽ നോക്കുന്നത്, വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നത് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലൂടെയും ഐ കോണ്ടാക്റ്റിലൂടെയും അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന മെസ്സേജ് അവർക്ക് നൽകുക. അവർ സംസാരിച്ചതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്ത് അവർ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ഷോർട്ടാക്കി അവരോട് തന്നെ പറയുക. അതായത്, ഓ ഇതേപ്പറ്റിയാണല്ലേ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ചെറിയ ജെസ്ചർ നിങ്ങൾ അവരെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന ഫീൽ അവർക്ക് നൽകും. ഇത് നിങ്ങളുടെ പേഷ്യൻസ്, മെച്യൂരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇതിനൊക്കെയാണ് ഷോ ചെയ്യുന്നത്. ഇതിലൂടെ എല്ലാവർക്കും നിങ്ങളോട് ഒരു ഹൈ റെസ്പെക്റ്റ് തോന്നും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ഡിസ്ട്രാക്റ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും യാതൊരു വാല്യൂം ഇവിടെ ക്രിയേറ്റ് ആകുന്നില്ല. എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കൂടി കണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഇതാണ് ലിസണിങ്ങിൻ്റെ പവർ എന്നുള്ളത്. ഫ്രണ്ട്സിന് നിങ്ങൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ആക്കണം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണം. നിങ്ങളിലെ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ്ങിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ്, മറ്റ് ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിനെ മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, സ്ട്രാറ്റജിക് ക്വസ്റ്റ്യനിങ്. നന്നായി ചിന്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ബട്ട് ഒരു ഹൈ വാല്യൂ പേഴ്സൺ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ലോകത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടു നോക്കൂ. അവരുടെ ഓരോ ചോദ്യത്തിനും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അതുപോലെ അവർ നൽകുന്ന ഉത്തരങ്ങൾക്ക് ഒരു ഡീപ്പ് മീനിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നാൽ അതേപ്പറ്റി അവർ വളരെ ആഴത്തിൽ ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ഒരു ഐഡിയ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ നല്ലൊരു ഐഡിയ ആണല്ലോ, ഇത് മാത്രം നിങ്ങൾ പറയാതെ ഈ ഒരു ഐഡിയ ഇപ്പോൾ സൂപ്പറാണ്,
പക്ഷേ അടുത്ത 5 വർഷമാകുമ്പോഴേക്കും ഇതിൻ്റെ പ്രസക്തി എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പറയുക. ഇപ്പോൾ അതേ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ നിങ്ങളോട് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് പറയും. ഇതിലൂടെ നിങ്ങളോടുള്ള വാല്യൂ അയാൾക്ക് വർദ്ധിക്കും. ആൻഡ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റി ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങളൊരു സാധാരണ പേഴ്സൺ അല്ല എന്നും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും അവർക്ക് മനസ്സിലാകും. ഒരു ഇൻ്റലക്ച്വൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹൈ വാല്യൂ മാൻ എന്നുള്ളത് വെറുതെ സംസാരം കേട്ടിരിക്കുന്നവർ മാത്രമായിരിക്കില്ല. അവർ ആ ഒരു കോൺവെർസേഷനെ പുതിയൊരു ദിശയിലേക്ക് നയിക്കും. സോ നിങ്ങൾ വെറുതെ സംസാരിക്കാതെ ഡീപ്പായിട്ടുള്ള ആളുകളുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളെ വാല്യൂ ചെയ്യും, നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും. നമ്പർ 3, മാസ്റ്ററിങ് നോൺ വെർബൽ ക്യൂസ്. സംസാരം നന്നായിട്ട് ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോൺ വെർബൽ ക്യൂസ്, അതായത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്നുള്ളത്. നിങ്ങൾ എത്ര അറിവുള്ള ഒരാളാണെങ്കിലും ശരി, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ലേസി ആൻഡ് നെർവസ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാക്കുകളെ ആരും തന്നെ വാല്യൂ ചെയ്യില്ല. മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ വാല്യൂ ഉയരണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടണം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി, അതായത് നിങ്ങളുടെ ആ ഒരു ഓറ എന്നുള്ളത് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കും. സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആൻഡ് സ്ട്രോങ് ആകണമെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഹാൻഡ് ഷേക്ക് മുതൽ നിങ്ങളുടെ സ്മൈല് വരെ ആളുകളുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കും. ഇത് മാത്രമല്ല, നിങ്ങളെപ്പോഴും നല്ലൊരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെയും സബ് കോൺഷ്യസ്ലി ബൂസ്റ്റ് ചെയ്യും. സോ എങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഇതിനു മുന്നേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിൽ വരും, നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക. നമ്പർ 4, ദ പവർ ഓഫ് ക്ലാരിറ്റി ആൻഡ് ബ്രേവിറ്റി. റെസ്പെക്റ്റിംഗ് അതേഴ്സ് ടൈം ആൻഡ് അറ്റൻഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും അത് ചുറ്റി വളച്ച് പറയാതെ ഡയറക്റ്റായി പറയുക. ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ ടൈമിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ സംസാരിച്ച് പോവാതിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ആരും തന്നെ നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യില്ല. സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഡയറക്റ്റായിട്ടും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും കൺവേ ചെയ്യുക. ഇതിലൂടെ ആ ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് എഫക്റ്റീവായിട്ട് സംസാരിക്കുന്നവരെ മാത്രമേ മറ്റുള്ളവർ വാല്യൂ ചെയ്യുകയുള്ളൂ. സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ 5, സ്പീക്കിംഗ് ടു കണക്ട് നോട്ട് ടു ഇംപ്രസ്. നിങ്ങളുടെ റെസ്പെക്റ്റ്, വാല്യൂ ഇതൊക്കെ മറ്റുള്ളവർക്കിടയിൽ വർദ്ധിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വളരെ പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി സംസാരിക്കാതിരിക്കുക. അതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടും സംസാരിക്കാതിരിക്കുക. കാരണം ഒരാളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു റിയൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ സംസാരം എന്നുള്ളത് അത് റിയൽ ആയിരിക്കണം, ഒത്തൻറ്റിക് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു നല്ല കണക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫെയിലായി, സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത്, ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നിങ്ങളുടെ മേലെ ഒരു വിശ്വാസം വരും. വളരെ പെട്ടെന്ന് അവർ നിങ്ങളോട് കണക്റ്റഡ് ആകും. കാരണം നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് അല്ല, നിങ്ങളുടെ മിസ്റ്റേക്സിനൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളോടുള്ള ഒരു മതിപ്പ് കൂടെയുള്ളൂ. ബിക്കോസ് ആളുകൾ പെർഫെക്റ്റ് ആയിട്ടുള്ളവരെയല്ല, റിയൽ ആയിട്ടുള്ളവരെയാണ് എപ്പോഴും വിശ്വസിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ എഫേർട്ട്, വിക്ടറി ഇതിനൊക്കെ നിങ്ങൾ മനസ്സറിഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെയും ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ 6, ഗീവിങ് ആൻഡ് റിസീവിങ് ഫീഡ്ബാക്ക്. നിങ്ങളുടെ വാല്യൂ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് മറ്റുള്ളവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതും അവരിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങിക്കുന്നതും. പലർക്കും ഈ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ മടിയാണ്. കാരണം അവർ വിചാരിക്കും മറ്റുള്ളവർ അവരെ തെറ്റായി കാണുമെന്ന്. എന്നാൽ ഒരു ഹൈ വാല്യൂ പേഴ്സൺ എപ്പോഴും ഈ ഒരു ഫീഡ്ബാക്ക്, ക്രിറ്റിസിസം ഇതിനെയൊക്കെ തനിക്ക് വളരാനുള്ള ഒരു അവസരമായിട്ട് കാണും. നിങ്ങൾ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ അവരുടെ മിസ്റ്റേക്സിനെ മാത്രമല്ല അവർ ചെയ്ത നല്ല കാര്യങ്ങളെയും അപ്രിഷ്യേറ്റ് ചെയ്യുക.
നിങ്ങളിപ്പോൾ ഒരാളുടെ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് അവരെ വേദനിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണെന്ന് നിങ്ങളുടെ സംസാരത്തിലൂടെ അവർക്ക് മനസ്സിലാകണം. ഇങ്ങനെയുള്ളവരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും, വാല്യൂ ചെയ്യും. അതുപോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഉടനെ അവരോട് തർക്കിക്കാതെ, ആർഗ്യൂ ചെയ്യാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് കേൾക്കുക. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിന് നന്ദി, ഞാൻ എല്ലാം പരിശോധിച്ച് നോക്കാമെന്ന് അവരോട് പറയുക. ഇതിലൂടെ നിങ്ങൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആണെന്നും അവർക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ളവരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. ഇതെന്നുള്ളത് നിങ്ങളുടെ വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും വളരെയധികം ഉപകാരപ്പെടും. ഇത്രയും നേരം ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. Thank you all. Stay strong, stay positive, stay motive.